കരുവന്നൂർ വിഷയമാണെങ്കിലും EDയുടെ എക്സാലോജിക്കിൻ്റെ CMRL അന്വേഷണമാണെങ്കിലും ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇനി 4 ദിവസമേ ഉള്ളൂ. എന്തും സംഭവിക്കാം. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ഒരുപക്ഷെ മുതിർന്ന ഏതെങ്കിലും നേതാക്കളുടെ അറസ്റ്റ്, ഇതൊരു ചർച്ചാ വിഷയമാക്കി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ വന്നാൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിക്കൂ? അല്ല, അങ്ങനെ വരുന്നത് തന്നെ വരുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുന്നത് തന്നെ CPM-നെ സഹായിക്കാനാ, അന്തർധാരയുടെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. അവസാന നിമിഷത്തെ ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ അത് CPM-നെ സഹായിക്കാൻ. BJP പൊളിറ്റിക്സ് എന്താണ്? പരമാവധി കോൺഗ്രസ് MP-മാരുടെ എണ്ണം കുറയ്ക്കുക. പ്രധാന പ്രതിപക്ഷ കക്ഷിയായി കോൺഗ്രസ് ഒരു കാരണവശാലും വരരുത്. ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം, BJP-ക്ക് 272 ക്രോസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്നാൽ പോലും കോൺഗ്രസിനൊരു കൺസിഡറബിൾ നമ്പർ 100+ അല്ലെങ്കിൽ 120+ ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിളിക്കും ഒരു സാഹചര്യമുണ്ട് എന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ സീറ്റ് വർദ്ധിക്കാനോ കോൺഗ്രസിൻ്റെ സ്റ്റാറ്റസ് കോ പോലും നിലനിർത്താൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരു പാർട്ടി CPM-നെ സഹായിക്കാൻ എന്തും ചെയ്യും. വീണ വിജയനെ വേണമെങ്കിൽ ചോദ്യം ചെയ്യുക, എന്തും ചെയ്യും. എന്ത് ചെയ്താലും അങ്ങനെ ഏത് നടപടി ഉണ്ടെങ്കിലും മനസ്സിലാക്കിക്കോണം, ഒരു സംശയവും വേണ്ട, അത് CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. CPM-നെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ സീറ്റ് പരമാവധി കുറച്ച് ഒരു വിക്ടിമൈസേഷൻ്റെ ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം ചോദ്യം ചെയ്യാമായിരുന്നല്ലോ, അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, ചെയ്യാതെ ഇപ്പം ചെയ്യാൻ പോകുന്നെങ്കിൽ അത് ഉറപ്പാണ് CPM-നെ സഹായിക്കാൻ, അവരുടെ റാങ്ക് ആൻഡ് ഫയലിനെ വൈബ്രൻ്റ് ആക്കി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ്. ഒരു കാര്യം കൂടി, പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇത് കണ്ടില്ല എന്നൊരു വിമർശനം തുടർച്ചയായിട്ട് CPM ക്യാമ്പ് ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? ഇല്ല, ഇപ്പം എല്ലാ വിഷയങ്ങളും എത്ര നിയമങ്ങൾ ഈ പാർലമെൻറ്റ് പാസ്സാക്കി, എന്തെല്ലാം. ഇപ്പം അതേ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച്, ഏകീകൃത സിവിൽ നിയമത്തെ സംബന്ധിച്ച് എത്രയോ നിയമങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട എത്രയോ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഞങ്ങളത് ചെയ്യില്ല എന്നല്ലല്ലോ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ കരിനിയമങ്ങളുടെ കൂടെ വളരെ വ്യക്തമായി ഗവൺമെന്റ് അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ശ്രീ P. ചിദംബരം സംശയങ്ങൾക്കിടയില്ലാത്ത നിലയിൽ ഇന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഒരു BJP ഇതര കക്ഷികൾക്ക് ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പാർലമെന്റ് സെഷനിൽ തന്നെ CAA റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി ശ്രീ NK പ്രേമചന്ദ്രന്റെ പിന്തുണയും ഉണ്ടാവും, 100% ഉണ്ടാവും. കാരണം അതിൻ്റെ ഭരണഘടനാ വിരുദ്ധത പാർലമെന്റിൽ ആദ്യം ചൂണ്ടിക്കാണിച്ച് അതിശക്തമായി എതിർത്ത് അതിന് ശേഷം നടന്ന പൊതുചർച്ചയിലും അതിൻ്റെ ഒരു ഇല്ലോജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ യുക്തിരാഹിത്യത്തെ സംബന്ധിച്ച് നല്ലതുപോലെ ചർച്ച ചെയ്ത ഒരാളെന്ന നിലയിൽ, നഖശികാന്തം അതിനെ എതിർത്ത ഒരാളെന്ന നിലയിൽ, അതിപ്പോൾ ഇന്ന് നരേന്ദ്രമോദിയുടെ പത്രപരസ്യമുണ്ടല്ലോ, അത് വളരെ ശ്രദ്ധിക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പത്രപരസ്യമാണ്. ആരെയും ഇതുവരെ അയോഗ്യരാക്കിയിട്ടില്ല. ഇവിടെ ഇതൊരു ബേസിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിളാണ്. എന്താണ്? പൗരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാകുന്നത് ഒരു കീഴ്വഴക്കമായി കഴിഞ്ഞാൽ നാളെ ഏതൊരു കാര്യത്തിനും പൗരത്വവുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിനും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഇതെന്ത് മാത്രം ഇമ്പാക്റ്റ്, അത് മുസ്ലിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ ലീഗൽ മൈഗ്രൻസ് ആക്കി മാറ്റുകയാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ബേസിക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളാണ്. ഭരണഘടനാ തത്വങ്ങളെപ്പോലും അതിലംഘിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് ആ കമ്മ്യൂണിറ്റിക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രശ്നമാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാജസ്ഥാൻ റാലിയിൽ നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. പ്രസംഗം ഇങ്ങനെയായിരുന്നു: എണ്ണത്തിൽ കൂടുതലുള്ള മുസ്ലിങ്ങളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ സ്വത്ത് മുഴുവൻ അവർക്ക് അനുകൂലമായി വീതിച്ചു നൽകും എന്നതായിരുന്നു. അതായത് നേരത്തെയുള്ള പോപ്പുലേഷൻ പൊളിറ്റിക്സ് ആണ് വീണ്ടും നരേന്ദ്രമോദി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? മാത്രമല്ല, രാഹുൽ ഗാന്ധി ചമ്പാരൻ മട്ടൻ കറി വയ്ക്കുന്നു, തേജസ്വി യാദവ് മീൻ കഴിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടമാകുമ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും BJP വീണ്ടും ആ ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകുന്നത്? അവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ലല്ലോ. പിന്നെ പറയുന്ന പൊളിറ്റിക്സ് ഡെവലപ്മെൻ്റാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലെ ഗുണപരമായ മാറ്റമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, വളർച്ച എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുസ്ഥിതി എന്താണ്? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഭരണത്തിന് ശേഷം നമ്മൾ ദാരിദ്ര്യ സൂചികയിൽ, പട്ടിണി സൂചികയിലടക്കം തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, വരുമാനത്തിൻ്റെ കാര്യത്തിൽ, പ്രതിശീർഷ വരുമാനത്തിൽ മുഴുവൻ രാജ്യം പിന്നോട്ട് പോവുകയല്ലേ.
സമ്പന്നത GDP ഗ്രോത്ത് റേറ്റിൻ്റെ പേരിൽ മാത്രമല്ല ഈ അവകാശവാദം. ആ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകളിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്ന വികസനവും വളർച്ചയും രാജ്യത്തിൻ്റെ പൊതുവികസനമായി പൊതുവളർച്ചയായിട്ട് എങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും? ടോപ്പ് 1% കൺട്രോളിംഗ് 22%. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഭീകരമാണ് രാജ്യത്തിൻ്റെ സ്ഥിതി. സാമ്പത്തികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഇത്രയേറെ വന്നിട്ടുള്ളൊരു കാലഘട്ടം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ആ രൂപത്തിലാണ് അക്കൂമുലേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന കോർപ്പറേറ്റ്സിൽ. അതിപ്പം നമുക്കറിയാം, കമ്പനി നിയമങ്ങൾ മുഴുവൻ പരിഷ്കരിച്ചതോടുകൂടി അതൊക്കെ ഡൈവേർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും വെൽത്തിൻ്റെ അക്യൂമുലേഷൻ, സമ്പത്തിൻ്റെ കേന്ദ്രീകരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ്. ഇവരിപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ തന്നെയുണ്ട് സോഷ്യലിസം ഉണ്ട്. വെൽത്ത് അക്യൂമുലേഷനെ കൺട്രോൾ ചെയ്യണം. ഒരു കാരണവശാലും സ്വത്തിൻ്റെ വെൽത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും പിക്കപ്പ് ചെയ്ത് പ്രാവർത്തികമാക്കുന്നില്ല. ഇത് മാത്രം നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റിംഗ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഞാൻ ഈ വാചകം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അരുൺ ചോദിച്ചതുകൊണ്ട് പറയാം. അത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. കാരണം ഫിനാൻസ് ബിൽ 2019-ലോ 18-ലോ ആണ് ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്നത്. ആ ഫിനാൻസ് ബില്ലിൽ വന്നിരിക്കുന്നവരാണ് ഈ നമ്മൾ ആക്രി എന്ന് പറയുന്ന തുരുമ്പ്, ഇരുമ്പിൻ്റെയൊക്കെ വേസ്റ്റ്, ആ ആക്രിക്ക് ടാക്സ് ഏർപ്പെടുത്തുന്നു, GST ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചു, യാദൃച്ഛികമായി എൻ്റെ നാവിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ്. ഞാൻ ആലോചിച്ചപ്പോൾ ഈ പ്രവൃത്തി, ആക്രി ബിസിനസ് രാജ്യത്ത് ചെയ്യുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്, ബഹുഭൂരിപക്ഷവും. ഞാൻ പറഞ്ഞു, യു ആർ ടാർഗറ്റിംഗ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആൻഡ് ഇമ്പോസിങ് ടാക്സ് ഓൺ ദം. ഇതാർക്കും വേണ്ടാതെ വേസ്റ്റായി കിടക്കുന്ന സാധനം കളക്ട് ചെയ്ത് അവരതിനെ രൂപാന്തരപ്പെടുത്തി വിപണിയിലെത്തിച്ച് സത്യത്തിൽ അവരൊരു മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് രാജ്യത്ത് ചെയ്തത്. ആ വിഭാഗത്തിന് മേൽ വരെ നികുതി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക സമുദായത്തെ A to Z, അവരുടെ ഏത് കാര്യം പരിശോധിച്ചാലും അവരൊരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ വിശ്വസിക്കുന്നത് ഒരു ആൻറ്റി മുസ്ലിം പാഷൻ വളർത്തിക്കൊണ്ട് വന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരം വളർത്താൻ കഴിയുമെന്ന്. അങ്ങനെയല്ല ഹിന്ദു ഫീലിംഗ്, ഹിന്ദുത്വ ഇമോഷൻസ് അതല്ല. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, പക്ഷേ അതല്ല രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്നുള്ള തിരിച്ചറിയാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ അരുൺ കേരളത്തിൻ്റെ രാഷ്ട്രീയം വിട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പരിശോധിച്ചാൽ, ഞാൻ കേട്ടത് ശരിയോ എന്ന് എനിക്കറിയില്ല, 102 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റം ഇന്ത്യ കക്ഷികൾക്കുണ്ട് എന്നാണ്. ഉത്തർപ്രദേശ്, യു പിയിൽ അടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലോട്ട് ഒരു മാത്രമല്ല, അവരുടെ ഉള്ളിൽ തന്നെ 125 സീറ്റുകളുടെ കാര്യത്തിൽ സംശയവും ആഭ്യന്തര സർവേ പ്രകാരം പറയുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഫ്രീ ആക്കാം. എനിക്ക് ഒരു കാര്യം, ഞാൻ പറഞ്ഞു ഒറ്റ പോയിന്റ്, നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കാണാം. എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെന്റ് അനുസരിച്ച്, കാരണം ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്